ഇതെന്ത് കൃഷിയാട്ടാ? തോര. തോരൻ പരുത്തിയുള്ള കൃഷിയാണ് ഇവിടെ അല്ലേ? ഇവിടെ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളാണ് അല്ലേ? നമ്മൾ ഇപ്പോൾ ഇത്ര നേരം വന്നതിൽ വീടുകൾ കുറവായിരുന്നു. വീടുകൾ കണ്ടമാനം കുറവായിരുന്നു. അതിൻ്റേതായ കുറേ കൃഷികൾ നമുക്ക് കാണാൻ പറ്റുകയാണ്. വീടുകൾ എല്ലാം കുറവാണ്. പഴയ കാളവണ്ടിയാണോ അത്? ഇതെന്ത് കൃഷിയാണോ? ചോളാണോ അത്? ചോളം, പരുത്തി, ചോളമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി. തക്കാളി, എല്ലാ കൃഷി ഉണ്ട്. കാളവണ്ടി കാളവണ്ടി ഞാൻ കണ്ടു. അവിടെ എന്നിട്ടൊക്കെ എന്തോ കൊയ്ത്ത് നടക്കണ്ടല്ലോ. അവിടെ ഈ പറഞ്ഞ പോലെ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ചായ കുടിക്കാമായിരുന്നു അല്ലേ? നമുക്കൊരു ചായ കുടിച്ചിട്ട് നീങ്ങാറുന്നു. നമസ്കാരം. ഞങ്ങളങ്ങനെ ലോഡ് കയറ്റി ഇവിടുന്ന് പോന്നു. നമ്മുടെ ലാസൂരിൽ നിന്ന് ലോഡ് കയറ്റി ഞങ്ങൾ ഇറങ്ങി. സിംഗിൾ വഴിയാണ്. വഴി ഒന്ന് കാട്ടി കൊടുക്കണം ആൾക്കാർ. സിംഗിൾ വഴി കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ടിരിക്കുന്നത്. ഒരു 15 കിലോമീറ്റർ വരെ സിംഗിൾ വഴിയാണ്. അത് കഴിഞ്ഞാൽ ഔറംഗാബാദ് ഹൈവേ കയറി നേരെ നമ്മൾ സോലാപ്പൂർ റൂട്ടിൽ കയറി ബിജാപ്പൂർ പിടിക്കും. നമ്മൾ ഇതാണ് നമ്മുടെ റൂട്ട്. ടോള് വഴിയാണ്. നല്ല അടിപൊളി സൂപ്പർ വഴിയാണ്. നല്ല കൃഷികളൊക്കെ ഉണ്ട്. തക്കാളി കൃഷിയൊക്കെ ഉണ്ട് അല്ലേ? നല്ല ആ ക്ലാസ്സിലൂടെ അങ്ങനെ തക്കാളി കൃഷി വലത് സൈഡിലുണ്ട്. ഇവിടെ ഉണ്ട്, വലത് സൈഡിലുണ്ട് തക്കാളി കൃഷി. തക്കാളി കൃഷി ഏറ്റവും കൂടുതൽ. അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് റോട്ടിലെ ഒരുവിധ കൃഷി കാര്യങ്ങളും മറ്റുള്ളതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ വണ്ടി ഓടിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ രണ്ടാളുള്ള കാരണം കൊണ്ട് മാറി മാറി വണ്ടി ഓടിക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോകളും അത്യാവശ്യം എടുക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഞങ്ങൾ ലോഡുമായി ഞങ്ങൾ പുറപ്പെട്ടു വിടുന്നു. നമുക്ക് വഴിയിലെ കാഴ്ചകൾ കാണാം. ഓക്കെ, ബൈ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ സോലാപ്പൂർ ബിജാപ്പൂർ ഹൈവേയിൽ നമ്മൾ കയറി. ഔറംഗാബാദിൽ നിന്നേ ഞങ്ങളങ്ങനെ വന്ന് കയറി. നല്ല വഴി കിട്ടി. നല്ല അടിപൊളി മലകളാണ്. അതൊക്കെ മലയുടെ ഒക്കെ കയറ്റം കുറച്ച് പണിതകണ ഹൈവേ ആണ്. അപ്പോൾ ഈ വഴിയിൽ ഇപ്പോൾ വലിയ തിരക്കുകളൊന്നുമില്ല. പെട്ടെന്ന് ഓടിയെത്തണം ഈ വഴിയുള്ളൂ. പിന്നെ അഹമ്മദ് നഗർ വഴിയാണെങ്കിൽ ഓടിയെത്താനായിട്ട് സമയം പിടിക്കും. ആ വഴിയിൽ ഓടിയെത്താൻ ഇത്തിരി തിരക്ക് ടൈം പിടിക്കും. ഈ വഴിയിലാകുമ്പോട്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് ബിജാപ്പൂർ ഓടിയെത്തും. പിള്ളേരുള്ളത് ഫോട്ടോ എടുക്കണം. അവിടെ ടോള് കൂടുതലായി വേണ്ട. അങ്ങനെ നമ്മൾ സോലാപ്പൂർ റോഡിൽ കൂടെ പോയിട്ടിരിക്കും. അപ്പോൾ നല്ല അടിപൊളി വലിയ മലയാണ് കാണുന്നത്. മല എന്ന് പറയുന്നത് സാറ് മലയല്ലേ? ഇതിന്റെ മല അല്ലേ? മരങ്ങൾ പച്ചപ്പൊക്കെ ഉണ്ട്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയ കയറ്റത്തോടു കൂടിയുള്ള ഒരു വഴിയാണ്. ഇവിടെ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലേ? ഇവിടെ അതിനുള്ളിൽ കണ്ട നമ്മൾ ഈ വഴിയിൽ കയറണ കൊണ്ട് കാണാൻ പറ്റില്ല. ബിൽഡിങ്ങുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ കയറ്റണം. പക്ഷെ അത് അറിയാൻ പറ്റില്ല. ഓൺലൈൻ ആയതിൻ്റെ വലിയൊരു കയറ്റണം. പക്ഷെ നമുക്കത് അറിയാൻ പറ്റാത്തത് 4 ലൈൻ ആയ കാരണം കൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. സോലാപ്പൂർ 313 കിലോമീറ്റർ ഉണ്ട്. വീട് 129 കിലോമീറ്റർ ഉണ്ട്. എന്തുമാത്രം കൃഷി സ്ഥലങ്ങളും വലിയ വീടുകളുള്ള ഒരു ഏരിയയാണ്. വലിയ വീടുകൾ, അത്യാവശ്യം സ്റ്റാൻഡുകളായിട്ടുള്ള സ്ഥലം. കൃഷിയുണ്ട് കേട്ടോ. കൃഷിയില്ലാത്തൊരു പരിപാടിയില്ല. കൃഷിയില്ലാത്തൊരു സ്ഥലമില്ല.
പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ റോഡിൽ തിരക്കായ കാരണം വണ്ടി ഓടിക്കാനായിട്ട് നല്ല സുഖമാണ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ പരമാവധി നമ്മൾ ഓടി ബിജാപൂർ പിടിക്കണം. അപ്പോൾ എല്ലാവരും നാളെ നമുക്ക് പകുതിയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബൈ.